ഹായ് വെൽക്കം ടു എയ്സഡ് ബി അക്കാഡമി. എയ്സഡ് ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ജോലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് ഞാനിത് ഇപ്പോൾ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താണ് 23-ാം തീയതി 23/6/2027 6-ാം മാസമാണ് എന്ത് നിലവിലുള്ള ഹൈക്കോർട്ട് OAയുടെ അവസാനിക്കാൻ പോകുന്നത്, കാലാവധി അവസാനിക്കാൻ പോകുന്നത്, OAയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനായിട്ട് പോകുന്ന ഡേറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഡേറ്റിൽ അടുത്തത് എന്ത് കയറിയിരിക്കണം, അടുത്ത റാങ്ക് ലിസ്റ്റ് നമുക്ക് ആ ഡേറ്റിനോട് അടുപ്പിച്ച് നമുക്ക് എന്ത് വരണം, അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെയാണെങ്കിൽ 2027 6-ാം മാസത്തിൽ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ അതിന് മുമ്പ് ബാക്കി പ്രോസസ്സുകൾ നടക്കണ്ടേ. അപ്പോൾ ഏറ്റവും അടുത്ത വിളിക്കാൻ പോകുന്ന പോസ്റ്റ് ആയിരിക്കില്ലേ നമ്മുടെ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ പോസ്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണ് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടോ? ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു കൊല്ലം കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഇന്ന് അടുത്ത 6-ാം മാസത്തിനുള്ളിൽ അല്ലെ അടുത്ത ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് ജോലിക്ക് സർവീസിൽ കയറാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് വന്നോ, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. താണ്ട നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ എന്താണ് ഹൈക്കോർട്ട് OA എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് വന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പോസ്റ്റ് എന്താണ്, ഹൈക്കോർട്ട് OA ആണ്. നമ്മുടെ സാലറി പാക്കേജ് വരുന്നത് 23,000 to 50,000 ഇൻ കേസ് പറയുമ്പോൾ നമ്മുടെ ഇൻഹാൻഡ് നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 30,000 ശമ്പളം നമുക്ക് എന്താണ് ഇൻഹാൻഡ് സർവീസിൽ കയറുന്നത് മുതൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. 18 മുതൽ 36 വരെയാണ് ഇതിന് അയക്കാനുള്ള ജനറൽ. OBCക്കാണെങ്കിൽ +3, SC/STക്കാണെങ്കിൽ നമുക്ക് +5 എന്നുള്ള ഏജ് റിലാക്സേഷൻ എല്ലാം ഇതിനുണ്ടായിരിക്കുന്നതാണ്. കൂടാണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് PSC വിളിക്കുന്ന ഒരു എക്സാം അല്ല. നമ്മൾ സെപ്പറേറ്റ് ഇത് എക്സാമിന് അപ്ലൈ ചെയ്യണം. എക്സാം ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. എക്സാം ഫീസ് 500 രൂപയായിരുന്നു കഴിഞ്ഞ തവണ വരെ. ഈ പ്രാവശ്യം നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതായതുകൊണ്ട് കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു PSC. നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടത്, SSLC ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ കമ്പനി ബോർഡൊക്കെ ഡിഗ്രി ഉള്ളവരുടെ കൂടാണ് നമ്മൾ മത്സരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, നമ്മൾ വേരിയസ് LGS ഒക്കെ പോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ വിഭാഗം ആൾക്കാർ എന്ത് ചെയ്യും, കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ട് ആവുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു ചാൻസ് നന്നായിട്ട് യൂസ് ചെയ്താൽ അടുത്ത കൊല്ലം തന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് എന്താണ്, ആദ്യം നമുക്ക് എന്താണ് ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വരുന്നുണ്ട്, രണ്ടാമത് ഇൻ്റർവ്യൂ വരുന്നുണ്ട്, മൂന്നാമത് DV റാങ്ക് ലിസ്റ്റ് ജോലി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 100 മാർക്കിൻ്റെ ഒരു എക്സാമാണ് വരുന്നത്. 100 മാർക്കിൻ്റെ OMR എക്സാമാണ്. 75 മിനിറ്റാണ് നമുക്കതിന് വേണ്ടിയിട്ട് ലഭിക്കുക. നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ എക്സാം നമുക്ക് അയക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ച് ലഭിക്കുന്നതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 0.25 മാർക്കാണ് റെഡ്യൂസ് ചെയ്യപ്പെടുക, നഷ്ടപ്പെടുക. PSCക്കാണെങ്കിൽ 0.33 മാർക്കാണെന്ന് വെച്ചാൽ 3/1 എന്നുള്ള രീതിയിലാണ് PSC വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് 4/1 എന്നുള്ള രീതിയിലാണ് ഈ എക്സാം എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മുടെ GK ആൻഡ് കറണ്ട് അഫെയർ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് നമുക്ക് 50 ചോദ്യങ്ങളും 50 മാർക്കുമാണുള്ളത്. നമ്മുടെ കണക്കിൽ നിന്ന് 20 ചോദ്യവും 20 മാർക്കും ഉണ്ട്. റീസണിങ് ഇവിടെ സെപ്പറേറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. 15 മാർക്കിന് റീസണിങ് നമുക്ക് ചോദിക്കുന്നതായിരിക്കും. നോർമലി നമുക്ക് LGS പരീക്ഷകളിൽ ഇംഗ്ലീഷ് മലയാളം പോലുള്ള സബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ ഹൈക്കോർട്ടിൻ്റെ കേസിൽ നമുക്ക് 15 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. മനസ്സിലാക്കുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏതാ, അപ്പോൾ നമ്മുടെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, അതിന് മാത്രം നമുക്ക് 50 മാർക്കിന് ചോദ്യം ചോദിക്കും. നമ്മൾ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റാങ്ക് ലിസ്റ്റിൽ കയറാൻ, നമുക്ക് റാങ്ക് പുഷ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അടുത്തത് നമുക്ക് എന്താണ്, ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിന് 10 മാർക്കായിരിക്കും. നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് 35% മാർക്ക് ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യൂ, റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ വരൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, സബ്ജക്റ്റ് വൈസ് എന്ത് ചെയ്യാൻ പോവുക, സബ്ജക്റ്റ് വൈസ് ഇപ്പോൾ GKക്കകത്ത് 50 ചോദ്യം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 50 ചോദ്യങ്ങളിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരും, നമ്മൾ PSCക്കൊക്കെ സിലബസ് തരുന്നത് പോലെ ഏതൊക്കെ ചോദ്യങ്ങൾ വരും, കഴിഞ്ഞ 2 എക്സാമുകളുടെ ചോദിച്ച ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അനാലിസിസിൽ നിന്ന്
കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്ററേച്ചർ, സാഹിത്യം, കലാസാഹിത്യം എന്നൊക്കെ പറയുന്ന പോലെ, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിന് നമുക്ക് എത്രയാണ് 6 ചോദ്യം വെച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ ബയോളജിയിൽ നിന്ന് നമുക്ക് 5 ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഹിസ്റ്ററിയും, കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും 4 ചോദ്യങ്ങൾ വെച്ച് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള 2 ചോദ്യങ്ങൾ വീതം കലയിൽ നിന്ന് 2, IT നിന്ന് 2, ജോഗ്രഫിയിൽ നിന്ന് 2, കെമിസ്ട്രി, സ്പോർട്സ്, എക്കണോമിക്സ് ഈ ടോപ്പിക്കിൽ നിന്ന് 2 ചോദ്യം വീതവും, കേരളത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ച് 1 ചോദ്യം, കേരള കൾച്ചറിനെ കുറിച്ചിട്ടൊരു ചോദ്യം, സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ചിട്ടൊരു ചോദ്യം. ഈ ചോദ്യങ്ങളെല്ലാം എന്താണ് 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്ന ഏരിയാസാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താണ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇന്നേ നമ്മൾ പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിത് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങൾ അറിയാണ്ട് പോകാൻ പാടില്ല. അപ്പോൾ എന്താണ് അടുത്ത നമ്മുടെ മാത്സിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. മാത്സിന് എന്താണ് ഇതാ നോക്കിക്കോ, നമ്പർ സീരീസ് 3 മാർക്കിന്, ടൈം ആൻഡ് വർക്ക് 2 മാർക്കിന്. PSCക്കുള്ള അതേ ചോദ്യങ്ങളാണ് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള കാര്യം ഓർക്കുക. അതേപോലെ നമ്മുടെ മെൻ്റൽ എബിലിറ്റി ആണ്, കലണ്ടർ, ക്ലോക്ക്, ആൽഫബറ്റ്, റാങ്കിങ്, ഓർഡർ, വെൻ ഡയഗ്രാം, ബ്ലഡ് റിലേഷൻ, ഈ ടോപ്പിക്കുകളിൽ നിന്നെല്ലാം എത്ര മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്താണ് വളരെ വ്യക്തമായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് പോസ്റ്റ് ചെയ്ത് വെച്ചൊന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എങ്ങനെ വന്നു എന്നുള്ള കാര്യം കൂടെ നമുക്ക് പറയാം. കഴിഞ്ഞ തവണ 2019 വിളിച്ച എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയാണ്? 66.25 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 2024 വിളിച്ചതിൻ്റെയോ 61.75 ആണ്. 62 മാർക്കിനടുത്താണ് എന്ത് നമുക്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നമ്മൾ കട്ട് ഓഫ് ഇതാണെങ്കിലും നമ്മൾ കട്ട് ഓഫിൽ മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കരുത്. നമുക്ക് ആദ്യം ജോലി കിട്ടണം. ആദ്യം ജോലി കിട്ടണമെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഹൈക്കോർട്ടിൽ, കേരള ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഉള്ളൂ, ഹൈക്കോർട്ടിലേക്ക് മാത്രമാണ് ഇത് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ലക്ഷ്യം ഒരു 70+ അല്ലെങ്കിൽ ഒരു 75+ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യമാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്കൊരു ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നമുക്ക് എന്ത് ചെയ്യേണ്ട, നമ്മൾ റാങ്ക് ലിസ്റ്റ് കുറേ കാലം 2 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യ ചാൻസിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ജോലി കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. വേറെ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, എക്സാം ഇപ്പോൾ അടുത്ത് വരും എന്നുള്ള കാര്യം നമ്മളെന്താണ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് 2027 6 മാസം ഈ ലിസ്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ബാക്കി പ്രോസസ്സുകളെല്ലാം എന്ത് ചെയ്യും, ഹൈക്കോർട്ട് ഇത് ഈ എക്സാമിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കൊല്ലം ഒരു ആദ്യ മാർച്ച് ഏപ്രിൽ അല്ലെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, എക്സാം പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിങ്ങളൊന്നും പഠിക്കാത്ത ആളാണെങ്കിലും വേറെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഇതിനൊരു പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം ഇത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഗ്രി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇതേപോലുള്ള കുറേ ഫാക്ടേഴ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്തിനു വേണ്ടിയിട്ട്, ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതേപോലെ ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് എന്താണ് PSC പോലെ തന്നെ ആണ് എങ്കിലും ഇംഗ്ലീഷിൽ എഴുതാം. എക്സാം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കും. വലിയ അത്ര LGS പോലൊക്കെ തന്നെ ആയിരിക്കുമെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കുന്നുണ്ടാവും. ഇംഗ്ലീഷിനൊക്കെ വെയിറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, ഹൈക്കോർട്ട് OAക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ അക്കാഡമിയായിട്ട് ഈ നമ്പറിലേക്കൊന്ന് എന്ത് ചെയ്താൽ മതി, കോൺടാക്റ്റ് ചെയ്തിരുന്നാൽ മതി. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള വിവരവും നിങ്ങൾക്ക് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിന് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വരുന്നത് വരെ കാണാം.